ഹരികാംബോജി 28ാമത്തെ മേളകർത്താ രാഗമാണ്. പൂർവമേളത്തിൽ 5ാമത്തെ ബാണചക്രത്തിൽ 4ാമത്തെ രാഗമാണ്. ബാണഭൂ. മുത്തുസ്വാമി ദീക്ഷിതർ സമ്പ്രദായപ്രകാരം ഇതിനെ ഹരികേദാര ഗൗള എന്നും പറയാറുണ്ട്. ആരോഹണം അവരോഹണം ഞാൻ പാടാം. സരേ ഗമ പദ നീ സ സനി ദ പ മാഗ രേ സ. ആരോഹണത്തിൽ ഋഷഭത്തിന് ഒരു ഗമകവും ചതുശ്രുതി ദൈവതത്തിൽ നിന്നും പാദ നീ സ 2 ഗമകം കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. സാനി ദ പ. അവരോഹണത്തിൽ ഷഡ്ജത്തിൽ നിന്ന് മാത്രമേ ആ നിഷാദ പ്രയോഗം വരാൻ പാടുള്ളൂ. എന്തെന്ന് വെച്ചാൽ ഈ കൃതികളിൽ കൂടുതലും അങ്ങനെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഷഡ്ജപഞ്ചമ സ്വരങ്ങൾക്ക് പുറമെ തീവ്ര ഋഷഭം, തീവ്ര ഗാന്ധാരം, കോമള മധ്യമം, തീവ്ര ദൈവതം, കോമള നിഷാദം എന്നിവ ഈ രാഗത്തിൽ വരുന്ന സ്വരസ്ഥാനങ്ങളാണ്. മൂർച്ഛനാകാരകമായ ഈ രാഗത്തിലെ ഋഷഭം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം ഈ ഓരോന്നിനെയും ആധാരഷഡ്ജമായി സ്വീകരിച്ചുകൊണ്ട് ഗ്രഹസ്വരഭേദം ചെയ്യുന്ന പക്ഷം നടഭൈരവി, ധീരശങ്കരാഭരണം, ഖരഹരപ്രിയ, ഹനുമത്തോടി, മേചകല്യാണി എന്നീ രാഗങ്ങൾ ജനിക്കും. ഇതൊരു രക്തിരാഗമാണ്. ഗാന്ധാരം, മധ്യമം, നിഷാദം എന്നിവ ഇതിലെ രാഗഛായ സ്വരങ്ങളാണ്. ഈ രാഗം ഭക്തിയെയും വീരരസത്തെയും ശാന്തരസത്തെയും ഉളവാക്കുന്ന ഒരു രാഗമാണ്. ഈ രാഗത്തിൽ ധാരാളം കൃതികൾ വാഗ്ഗേയകാരന്മാർ രചിച്ചിട്ടുണ്ട്. എന്തുകു നിർദ്ദയ, എന്തരാനീതന, രാമനന്നു ബ്രോവര, ദിനമണി വംശ ഇതെല്ലാം ത്യാഗരാജസ്വാമികൾ രചിച്ചതാണ്. സാകേത അത് വന്ന് മൈസൂർ സദാശിവറാവുവിൻ്റെയാണ്. പരിപാലയമാം എന്ന ഒരു കൃതി രാമനാഥപുരം ശ്രീനിവാസയ്യങ്കാർ രചിച്ചിട്ടുണ്ട്. ഈ രാഗത്തിൽ ശ്രദ്ധിക്കേണ്ടവ പദനീ സാനിദ പമഗമ പമഗരേ മകരേ സ. മധ്യമത്തിനും ചെറുതായിട്ട് ഗമകം കൊടുക്കും. അങ്ങനെ ഗമകം കൊടുക്കുന്ന പക്ഷം ഈ രാഗത്തിൻ്റെ രാഗഛായ വളരെ വ്യക്തമായിട്ട് പ്രതിഫലിക്കും. ഈ രാഗം വയലിനിൽ കേട്ട് മനസ്സിലാക്കാം.